ഗോപാൽ ആശുപത്രിയിൽ നിരവധി പേരുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പ്രവർത്തകരും പോലീസിനുമൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. MP ഷാഫി പറമ്പിലിനും പരിക്കുണ്ട്. എല്ലാവരെയും ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിലെ സാഹചര്യം? നിലവിൽ എല്ലാ പ്രവർത്തകരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിലേക്കുമാണ് പ്രവർത്തകരെ എത്തിച്ചത്. പ്രധാനമായും കോൺഗ്രസിന്റെ പ്രവർത്തകരെയാണ് എത്തിച്ചത്. അതോടൊപ്പം തന്നെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സ്വകാര്യ ആശുപത്രിയിലേക്ക്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഷാഫി പറമ്പിൽ MPക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രകടനത്തിനിടെ അദ്ദേഹത്തിന് നേരെ ടിയർ ഗ്യാസ് ഉൾപ്പെടെ നടത്തുകയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം തന്നെ MP ആണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കെ ശക്തമായ ലാത്തി ചാർജ് ഈ ഒരു പ്രകടനത്തിന് നേരെ പോലീസ് നടത്തി. ഇതോടെ ഇദ്ദേഹത്തിന് കാര്യമായ പരിക്ക് സംഭവിക്കുകയായിരുന്നു എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ടതാണ്. മൂക്കിൽ നിന്നുൾപ്പെടെ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ MP ഇവിടെ ആശുപത്രിയിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന് ഇപ്പോൾ ഇവിടെ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളും നമ്മൾ നേരത്തെ കണ്ടിരുന്നു. കണ്ണിനുൾപ്പെടെ കാര്യമായ പരിക്കുണ്ട്. ഇവരെയൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് തന്നെ പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. പ്രത്യേകിച്ചും അവരുടെ ഒരു MPയെയാണ് ഇങ്ങനെ മർദ്ദിച്ചത് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. MPക്കാണ് കാര്യമായ പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ DCC ഓഫീസിന് മുന്നിൽ നിന്നും പ്രതിഷേധ പ്രകടനം തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാളെ IG ഓഫീസിന് മുന്നിലും പ്രതിഷേധ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഇത്ര വലിയൊരു പ്രശ്നത്തിലേക്കൊക്കെ പോയത് എന്ന് കോൺഗ്രസ് തന്നെ പറയുന്നു. അതായത് ഇന്നലെ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സംഘർഷം, അതിന്റെ ഭാഗമായി പ്രാദേശികമായി ഉണ്ടായ ഹർത്താൽ, ഈ ഹർത്താലിന് ശേഷം ഉണ്ടായ ഒരു പ്രകടനമാണ് വൈകിട്ട് 5 മണിയോടുകൂടി പേരാമ്പ്രയിൽ നടന്നത്. പക്ഷേ ഇതേ സമയം ഇരു കൂട്ടരും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഇവിടെ പ്രകടനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സംഘർഷമാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ അങ്ങനെ ഒരു നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പോലീസ് ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഷാഫി പറമ്പിൽ MPയും ഒപ്പം തന്നെ DCC അധ്യക്ഷനായ K പ്രവീൺ കുമാറും എത്തിയത്. പക്ഷേ അവരെത്തിയതിന് പിന്നാലെ ഇവിടെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ പോവുകയും പിന്നീട് MPയും DCC അധ്യക്ഷനും ഉൾപ്പെടെയുള്ളവർ പ്രവർത്തകരെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും പോലീസ് എത്തി ഇവർക്ക് നേരെ അകാരണമായി മർദ്ദനം അഴിച്ചുപിടിക്കുകയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. അവർക്ക് നേരെ ലാത്തി വീശുന്നു. ഒപ്പം തന്നെ MP നിൽക്കുന്ന സ്ഥലത്തേക്ക് മനഃപൂർവ്വം ഗ്രനേഡ് ഉൾപ്പെടെ എറിയുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു പരിക്ക് സംഭവിച്ചത് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധത്തിലേക്ക് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഡിവൈഎഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം കൂടെ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ നിലവിൽ അത്തരം ഒരു പ്രതികരണങ്ങളിലേക്കൊന്നും തന്നെ ഇതുവരെ ഡിവൈഎഫ്ഐ പോയിട്ടില്ല. അവിടെ ഇപ്പോഴും സംഘർഷ സാധ്യത നിലനിൽക്കുന്നുണ്ട്. പോലീസ് വലിയ തോതിൽ ഈ പേരാമ്പ്ര ടൗണിൽ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തുടർന്നും മറ്റ് പ്രതിഷേധങ്ങളൊക്കെ നാളെയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതേസമയം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാത്രി തന്നെ മാർച്ചുണ്ട്. ഒപ്പം നാളെ IG ഓഫീസിന് മുന്നിലും പ്രതിഷേധ സംഗമം നടത്താൻ കോൺഗ്രസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. നന്ദഗോപാൽ, ഒപ്പം തന്നെ വലിയ പ്രതിഷേധത്തിലേക്ക് ഇപ്പം നിലവിൽ നമുക്കറിയാം നിരവധി രാഷ്ട്രീയ വിഷയങ്ങളുണ്ട്. സർക്കാരിനെതിരായിട്ട് പ്രതിപക്ഷം ആരോപിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ അന്വേഷണം നടക്കുന്ന കേസുകളുണ്ട്. ആ രീതിയിൽ കൂടി പരിഗണിച്ചുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇതിനെ പ്രതിപക്ഷം ഒരു ആയുധമാക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ ഈ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോടെയുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതിനെ ഏത് തരത്തിലായിരിക്കും ഇനി നിയന്ത്രിക്കുക? അതായത് ഷാഫി പറമ്പിൽ MP ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം ഈ രക്തം കൊണ്ട് മറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാറ്റുന്നതിന് വേണ്ടി, ആ വിഷയം മാറ്റുന്നതിന് വേണ്ടി അത്തരത്തിലൊരു നടപടിയിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്കിപ്പോൾ ഒരു പ്രവർത്തകൻ കൂടെയുണ്ട്. ഈ സംഘർഷത്തിൽ ഇങ്ങനെ പരിക്കേറ്റതാണോ? ഇന്നലെയാണ് CKG കോളേജ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CKG കോളേജിൽ 40 വർഷങ്ങൾക്ക് ശേഷമാണ് KSU MSF സഖ്യത്തിന് ചെയർമാൻ സ്ഥാനത്തേക്ക് വിജയിച്ചു വരുന്നത്. അതിൽ വിരളിവുകൊണ്ട് ആ റിസൾട്ട് പ്രഖ്യാപിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ സംഘർഷം തുടങ്ങിയാണ്. ആ സംഘർഷം റിസൾട്ട് ആദ്യം പ്രഖ്യാപിച്ച റിസൾട്ട് വീണ്ടും റീകൗണ്ടിങ്ങിന് ആവശ്യപ്പെട്ടു. ആ സമയത്ത് നമ്മുടെ പ്രവർത്തകന്മാരെ KSU MSF പ്രവർത്തകർക്ക് കോളേജിൽ നിന്ന് അക്രമം വന്ന സമയത്താണ് നമ്മൾ പുറത്തുള്ള ആളുകൾ കോളേജിന് പുറത്തേക്ക് എത്തുന്ന സമയത്ത് CKG കോളേജിലെ